വല്ലാത്ത വേദനാജനകമായ ഒരു വാർത്തയുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. മഹാനായ മഅദനി ഉസ്താദ് വല്ലാത്ത ക്ഷീണം കാരണത്താൽ ഹോസ്പിറ്റലിലാണ് എന്നറിയാൻ കഴിഞ്ഞു. പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കാൻ അവിടുന്ന് ഒരുപാട് സമയം കണ്ടെത്തിയിരുന്ന മഹാനാണ് മഅദനി ഉസ്താദ്. പടച്ചറബ്ബേ, ഈ പരിശുദ്ധമായ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുമ്പിൽ അല്ലാഹുവേ പടച്ചവനെ, അവിടുന്ന് വർഗീയവാദികൾ, ഫാസിസ്റ്റ് പാർട്ടികൾ, അവിടുന്ന് സംഘടനകൾ അവിടുന്ന് ഇവിടെ വല്ലാത്ത പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോൾ ഈ സമൂഹത്തെ മുഴുവനും അവിടുന്ന് വല്ലാതെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് പലതും പ്രവർത്തിക്കുമ്പോൾ അവർക്കെതിരെ എണീറ്റ് നിന്നുകൊണ്ട് മുഖം നോക്കാതെ അവിടുന്ന് ശബ്ദിച്ച മഹാനാണ് മഅദനി ഉസ്താദ്. ഇന്നും നമുക്കറിയാം, പല കാലഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ ആദ്യകാല പ്രഭാഷണങ്ങളിൽ ഇന്ന് കാണുന്ന വർഗീയവാദികളുടെ ഇസ്ലാമിനെതിരെ വരുന്ന പല ആളുകളുടെ പല കാര്യങ്ങളും ഇങ്ങനെയുണ്ടാകുമെന്ന് പറഞ്ഞത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു പള്ളി പിടിച്ചടക്കിയപ്പോൾ പറഞ്ഞു, ഒരു പള്ളിയല്ല അവർ പിടിച്ചടക്കുന്നത്, അങ്ങനെ 1000 പള്ളികളുടെ മുമ്പിലേക്ക് അവർ കടന്നു വരുമെന്ന് ആർജവത്തോടെ പ്രഭാഷണം നടത്തിയ വലിയ മഹാനാണ്, പണ്ഡിതനാണ് മഅദനി ഉസ്താദ്. ഇന്ന് രോഗശയ്യയിലാണ് എൻ്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹുവേ പടച്ചവനെ, ഉസ്താദിന്റെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് ശമനം നീ കൊടുക്കണേ അല്ലാഹ്. ഐസിയുവിലാണ് എന്ന് അറിയാൻ കഴിഞ്ഞു റബ്ബേ, ശമനം നീ കൊടുക്കണേ അല്ലാഹ്. എന്നിട്ട് ദീനിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയപ്പോൾ പലതും മുഖം നോക്കാതെ അവിടുന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഖബർ പോലെയുള്ള ഒരു ജയിലറയിലേക്ക് അദ്ദേഹത്തെ ഈ സമൂഹം അങ്ങ് തള്ളിപ്പറഞ്ഞു വിട്ടല്ലോ. ഇന്നും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ രോഗം ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത് എന്താണ്? സത്യത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യന് പൊരുതിയത് കൊണ്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, ആവേശത്തോടുകൂടി പ്രതിഫലം, ദുനിയാവിന്റെ പ്രതിഫലം ആഗ്രഹിക്കാതെ പടച്ചുറപ്പിനെ ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് കടന്നു പോയപ്പോഴാണ് തീവ്രവാദി എന്ന് മുദ്രകുത്തിയത്. അല്ലാഹുവേ, ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സംസാരിച്ചപ്പോഴാണ് തീവ്രവാദി എന്ന് മുദ്രകുത്തിയിട്ട് അദ്ദേഹത്തെ ജയിലിന്റെ ഉള്ളറയിൽ ആർക്കും കാണാൻ കഴിയാതെ കൊണ്ടുപോയിട്ടത്. എന്തേ വർഷങ്ങളായിട്ടൊന്നും നീതി കിട്ടുന്നില്ലല്ലോ. ഇന്നും നീതി കിട്ടാതെ പൊരുതുകയാണ് ആ മനുഷ്യൻ. തന്റെ ജീവിതത്തോട്, സത്യത്തോട് ഇന്നും വിളിച്ചു പറയാൻ ആവേശം കാണിക്കുകയാണ്. പല ആളുകൾക്കും മഅദനി ഉസ്താദ് എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. അദ്ദേഹം പ്രഭാഷണം നടത്തുമ്പോൾ പേടിയായിരുന്നു. കാരണം പല സത്യങ്ങളും ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളെയും സത്യങ്ങളെ വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത പണ്ഡിതനായിരുന്നു മഹാനവറുകൾ. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുക അല്ലാഹ്. വിഷമങ്ങളെ മാറ്റി കൊടുക്കുക അല്ലാഹ്. രോഗങ്ങളെ ശിഫയാക്കുക അല്ലാഹ്. പടച്ചവനെ, എത്രയും പെട്ടെന്ന് ആ രോഗശയ്യയിൽ നിന്ന് ഈ ശമനം നീ കൊടുക്കണേ അല്ലാഹ്. ആയിരിക്കണം നമ്മളെപ്പോഴും മഹാനവറുകൾക്ക് അങ്ങനെ ജീവിച്ചു പോയിരുന്ന മഹാനാണ്. ഇന്ന് ഹോസ്പിറ്റലിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് എന്നറിയാൻ കഴിഞ്ഞു റബ്ബേ. പടച്ചവനെ, ആ പരിശുദ്ധമായ ദീന് പ്രചരിപ്പിച്ചതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹുവേ പടച്ചവനെ, നീ അവരെ കൈച്ചിലാക്കണേ റബ്ബേ. നീ അവരെ കൈച്ചിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ അവർക്ക് ഖൈർ കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ പ്രാർത്ഥനയിലും ഇൻഷാ അല്ലാഹ് മഹാനവറുകളെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ ഒരു മുസ്ലിം മാത്രമല്ല ഉണ്ടായിരുന്നത്. മുസ്ലിം മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഹൈന്ദവർക്കെതിരെ വന്നതും പല ജാതി മതസ്ഥർക്കെതിരെ, ജാതികൾക്കെതിരെ, എന്റെ പ്രിയമുള്ളവരെ, ആക്രമിക്കപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിച്ചു. അതുകൊണ്ട് ഒരു മുസ്ലിം മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിരുന്നത്, എല്ലാവരും കേട്ടിരുന്നു. അങ്ങനെ പ്രഭാഷണം നടത്തിയ മഹാപണ്ഡിതനാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല കൊടുക്കട്ടെ. അല്ലാഹു തആല മഹാനവർക്ക് നീതി അല്ലാഹു തആല കൊടുക്കട്ടെ. ഇവിടുന്ന് കിട്ടിയിട്ടെങ്കിലും പടച്ചവന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കും പ്രിയമുള്ളവരെ. അതിനുള്ളത് മഹാനവർക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഇവിടുന്ന് എത്ര വലിയ കാബാലികന്മാർ ഇരുട്ടിന്റെ മറവിൽ നിന്ന് അവർക്ക് വേണ്ടി ചെങ്ങലകൾ ഒരുക്കി, പിശാചുകൾ ഒരുക്കി അവർക്കെതിരെ വന്ന് പടച്ചവനെ കൂരമ്പുകളെ കല്ലെടുത്തെറിയുന്നത് പോലെ എറിഞ്ഞു മാറ്റിയാലും അല്ലാഹുവേ പടച്ചറബ്ബേ, അവർക്ക് ഇവിടുന്ന് എത്ര വലിയ വേദനകൾ വന്നാലും ഇവിടുന്ന് എങ്ങനെയായാലും അള്ളാന്റെ മുമ്പിൽ തലയുയർത്തിയ മനുഷ്യൻ നിൽക്കും. അല്ലാഹു തആല നന്മ കൊടുക്കട്ടെ. അല്ലാഹു തആല നന്മ കൊടുക്കട്ടെ. ഇവിടുന്ന് നീതി കിട്ടിയില്ലെങ്കിലും അള്ളാന്റെ കോടതിയിൽ നിന്ന് കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.